അടുത്തതായി സുനിൽ പി ഇളയിട. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സോവിയറ്റ് പതനത്തിന് ശേഷം ഹോബ്സ്ബോം എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്ന ഒരു കൗതുകമുള്ള കാര്യം, സോവിയറ്റ് പതനം വാസ്തവത്തിൽ മാർക്സിസത്തിന് വലിയ ഗുണം ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മാർക്സിസത്തെക്കുറിച്ചുള്ള കൂടുതൽ സ്വതന്ത്രവും കൂടുതൽ സൂക്ഷ്മവുമായ ചർച്ചകളുടെ അന്തരീക്ഷം രൂപപ്പെട്ടത് സോവിയറ്റ് പതനത്തിന് ശേഷം കൂടിയാണ് എന്നൊരു നിരീക്ഷണം അദ്ദേഹം സാന്ദർഭികമായി നടത്തുന്നുണ്ട്. അതതിന് മുമ്പേ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ മാർക്സിസത്തിൻ്റെ സത്യാത്മക പദവി അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രമാണത്തിൻ്റെ ആധിപത്യം, ഒരു രാഷ്ട്രത്തിൻ്റെ ആധിപത്യം ഒക്കെ അവസാനിക്കുകയും മാർക്സിസം കൂടുതൽ സംവാദാത്മകമായൊരു മണ്ഡലത്തിലേക്ക് വികസിക്കുകയും ചെയ്തു എന്നത് സോവിയറ്റ് പതനം വഴി വന്ന മാർക്സിസത്തിന് കൈവന്ന മികവുകളിലൊന്നായിട്ട് ഹോബ്സ്ബോം ഒരു സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ സോവിയറ്റ് പതനം ലോകമെമ്പാടും തന്നെ മാർക്സിസത്തെക്കുറിച്ചുള്ള പലമാതിരി അന്വേഷണങ്ങൾക്ക് വഴിവെച്ചു എന്ന് നമുക്കറിയാം. അതിനു മുമ്പും മാർക്സിസത്തെക്കുറിച്ച് പലതരം അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്, പലതരം ഉത്തരങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ പോക്കർ മാഷ് പറഞ്ഞതുപോലെ അതുപോലെ ബേബി സൂചിപ്പിച്ചതുപോലെ മാർക്സിസത്തെ തന്നെ നിരാകരിക്കുകയും മുതലാളിത്താണ് അവസാന വഴി എന്ന് കരുതുകയും ചെയ്യുന്ന വഴിയിൽ അത് ചെന്നെത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും മാർക്സിസം റദ്ദായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതിയ ആളുകൾ മുമ്പേ ഉണ്ട്. ഇപ്പോൾ കൊളക്കോവ്സ്കി മെയിൻ കറൻസ് ഓഫ് മാർക്സിസം എഴുതി കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഇ പി തോംസണായിട്ട് നടന്ന ഒരു സംവാദത്തിൻ്റെ സമയത്ത് ഇ പി തോംസൺ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും സോവിയറ്റ് മാർക്സിസത്തിൻ്റെയും സ്റ്റാലിനിസ്റ്റ് ക്രൂരതയുടെയും നിശിത വിമർശകനാണ്, പക്ഷെ മുതലാളിത്തത്തിന് പിന്തുണയാകുന്ന ഒരു വാക്കും എഴുതാതിരിക്കാൻ ഞാൻ ജീവിതകാലം അത്രയും ശ്രദ്ധിച്ചിരുന്നു എന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മുതലാളിത്തമെന്ന മാരക ശക്തിക്ക് അനുഗുണമാകാവുന്ന ഒരു വാക്കും എഴുതാതിരിക്കാൻ ഈ വിമർശനങ്ങൾക്കിടയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, താങ്കൾ അത് വേണ്ടത്ര കരുതലെടുക്കുന്നില്ല എന്നൊരു വിമർശനം കൊളക്കോവ്സ്കിയെ കുറിച്ചിട്ട് ഇ പി തോംസൺ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പല വഴികളിൽ മാർക്സിസം ആലോചിക്കപ്പെടുകയുണ്ടായി. ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ സോമശേഖരൻ മുമ്പോട്ട് വയ്ക്കുന്ന മൗലികമായൊരു കാഴ്ചപ്പാട് വളരെ അടിസ്ഥാനപരമായ പുനഃപരിശോധനയ്ക്ക് മാർക്സിസം വിധേയമാകേണ്ടതുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടവ് നയങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ന നിലക്കല്ല, മാർക്സിസം മൗലിക പ്രമാണങ്ങളായി ഉറപ്പിക്കുന്ന സങ്കല്പന രാശികളെ തന്നെ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും അതേസമയം തന്നെ മാർക്സിസത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ സ്പിരിറ്റിനെ കൈവിടാതിരിക്കുകയും ചെയ്യുക എന്ന ഒരു പൊസിഷൻ ഇതിൽ പ്രധാനമാണ്. ക്രിട്ടിക്കൽ സ്പിരിറ്റ് എന്ന് ഞാൻ പറയുന്നത്, മുതലാളിത്തം എന്ന് പറയുന്നത് മിച്ചമൂല്യത്തിൻ്റെ സമാഹരണം വഴി, മൂലധനത്തിൻ്റെ കേന്ദ്രീകരണം വഴി മനുഷ്യവിരുദ്ധമായ ചൂഷണാത്മകമായ ഒരു സംവിധാനമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നും അതിനെതിരായ വിമർശനത്തിൻ്റെ ഒരു അനിവാര്യത ലോകത്തിൻ്റെ മുമ്പിലുണ്ട് എന്നും മൂലധന കേന്ദ്രിതമായ മുതലാളിത്തത്തിൻ്റെ ഏത് രൂപത്തെയും വകവെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ജനാധിപത്യവാദികളായിട്ടോ നീതിയുള്ളൊരു സമൂഹമായിട്ടോ നിലനിൽക്കാൻ കഴിയില്ല എന്നുമുള്ള ബോധ്യം ഈ സോമശേഖരൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം ഭൂതകാലത്തെ ഉച്ചാടനം ചെയ്യാവുന്ന ഈ പുസ്തകത്തിലുമുണ്ട്. അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇതെൻ്റെ ഭൂതകാലത്തെ കൂടി ഉച്ചാടനം ചെയ്യാനാണ് എന്ന് എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ അത് നല്ലതാ. ഉച്ചാടനം എന്നുള്ള വാക്ക് വായിച്ചപ്പോൾ ഞാൻ ഓർത്തത്, വാസ്തവത്തിൽ മാർക്സ് ഭൂതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, വന്ന ഭൂതങ്ങൾ, അതുപോലെ ഉച്ചാടനം ചെയ്യപ്പെടേണ്ട ഭൂതങ്ങളും, അങ്ങനെ ഒരു സംഗതി ഇതിനകത്തുണ്ട്. എന്തായാലും ആ നിലയിൽ മാർക്സിസത്തിൻ്റെ വിമർശനാത്മകമായ ഒരു അടിസ്ഥാന മൂല്യം, അത് മൂലധന കേന്ദ്രിതവും ചൂഷണാത്മകവുമായ ഒരു സമൂഹ വ്യവസ്ഥയുടെ നിരാകരണം എന്ന അടിസ്ഥാനത്തെ കൈവിടാതെ തന്നെ, പക്ഷെ വളരെ ആഴത്തിൽ നമ്മുടെ മാർക്സിസ്റ്റ് ചിന്തയുടെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ കാതലായ അംശങ്ങളെ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കാനും അതേസമയം സവിശേഷമായ ഒരു ഉത്തരം സോമശേഖരൻ ഇങ്ങനെ ആയിരിക്കും കരുതുന്നതെന്ന് ബേബി ആമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും, അല്ല, ആ വിശദീകരണം തെറ്റാണെന്ന് ഞാൻ കരുതുകയല്ല, ബേബി നിർദ്ദേശിച്ച ഒരു സമീക്ഷ തെറ്റാണെന്ന് പറയുകയുമല്ല. പക്ഷെ അങ്ങനെ ഒരു അന്തിമ ഉത്തരം നേരിട്ട് നിർദ്ദേശിക്കാനായിട്ട് സോമശേഖരൻ തയ്യാറാകാതെ കുറെ കൂടി നമ്മുടെ വായനയ്ക്കും അന്വേഷണത്തിനുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്കാണ് ഈ പുസ്തകം ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഞാൻ പ്രധാനമായിട്ടും 4-5 കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്,
ഇപ്പം മാർക്സിസം ഏകശിലാത്മകമല്ല, അത് എന്താ പറയുക, ധാരാളം പരിവർത്തനങ്ങൾക്ക് അന്വേഷണങ്ങൾക്ക് വിധേയമായി എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ്, ഒരുപക്ഷെ ഇന്ന് പ്രധാനമാണ് മാർക്സും അങ്ങനെയായിരുന്നു എന്ന കാര്യം. മാർക്സിൻ്റെ ചിന്താജീവിതം ഏകമാനമായ ഒരു പ്രതലത്തിലൂടെയല്ല സഞ്ചരിച്ചത് എന്ന കാര്യത്തിന് ഇന്ന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ പോക്കർ മാഷ് പറഞ്ഞ ആ പ്രശ്നങ്ങൾ, ഇപ്പോൾ ജാതിയുടെ പ്രശ്നം, അല്ലെങ്കിൽ വംശീയതയുടെ പ്രശ്നം, വർണ്ണവെറിയുടെ പ്രശ്നം, മാർക്സിൻ്റെ നമ്മളൊക്കെ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലൊന്നും ഇതിനെക്കുറിച്ചുള്ള ഗൗരവപൂർണമായ വലിയ അന്വേഷണങ്ങൾ മാർക്സ് നടത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല, സാന്ദർഭിക പരാമർശങ്ങളല്ലാതെ. പക്ഷേ 1870 ശേഷം മരിക്കുന്നവരെയുള്ള ഒരു 10-13 കൊല്ലക്കാലം അദ്ദേഹം ഉടനീളം അന്വേഷിച്ചുകൊണ്ടിരുന്നത് അയർലൻഡിലെ പ്രശ്നത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കിഴക്കൻ ഏഷ്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, അറേബ്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് ഒക്കെയാണ്. ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാകട്ടെ നാം ഔപചാരികമായി മനസ്സിലാക്കി വെച്ച പല നിരീക്ഷണങ്ങളോടും യോജിക്കാത്തതും ഒരുപക്ഷെ അതിനോട് ഇടയുന്നതുമാണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, മൂലധനത്തിൻ്റെ തന്നെ ഫ്രഞ്ച് വിവർത്തനം തയ്യാറാക്കിയ സമയത്ത് ആ ഫ്രഞ്ച് വിവർത്തനം മാർക്സ് കൂടി പരിശോധിച്ച് വിവർത്തനം തയ്യാറാക്കുകയും ആ വിവർത്തനത്തിൽ അദ്ദേഹം മൂലധനത്തിൻ്റെ ജർമ്മൻ വെർഷനിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. മാറ്റങ്ങൾ മുഖ്യമായിട്ടും വരുത്തിയത് ഈ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന കോളനി സമൂഹങ്ങളുടെ പരിവർത്തനത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളോട് ബന്ധപ്പെടുത്തിയാണ്. വിപ്ലവത്തിൻ്റെ ഘടന എന്താണ്, പാത എന്താണ്, നമ്മൾ പറയുന്ന പഞ്ചഘട്ട സിദ്ധാന്തം, ഈ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് മൂന്നാം ലോക സന്ദർഭത്തിൽ അതെങ്ങനെ വ്യത്യസ്തമാകും, ഇങ്ങനെ ചില നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. എന്ന് മാത്രമല്ല, ഈ ഫ്രഞ്ച് പതിപ്പായിരിക്കണം തുടർന്നുള്ള പതിപ്പുകളുടെ അടിസ്ഥാനമാവേണ്ടതെന്ന് മാർക്സ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒന്നാം പതിപ്പും അതിൻ്റെ പരിഷ്കരിച്ച ജർമ്മൻ പതിപ്പും തന്നെയാണ് പിന്നീട് ഇംഗ്ലീഷ് വിവർത്തനങ്ങൾക്കും പിന്നീട് നാമൊക്കെ വായിച്ചു വരുന്ന മൂലധനത്തിനും ആധാരമായത്. ഞാൻ പറഞ്ഞത്, തൻ്റെ അവസാന കാലത്തെ 10-15 വർഷത്തെ അന്വേഷണങ്ങളിലൂടെ ഈ കോളനീകരണത്തിൻ്റെയും വംശീയത, വർണ്ണവെറി മുതലായതിനെ സംബന്ധിച്ചുമുള്ള നിഗമനങ്ങൾ മാർക്സ് ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ഇപ്പം തെളിവുകളുണ്ട്. ആ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഇന്ത്യയെക്കുറിച്ചുള്ള മാർക്സിൻ്റെ നിരീക്ഷണങ്ങൾ നമുക്കറിയുമല്ലോ. 53 എഴുതിയതല്ല അദ്ദേഹം 1870 എഴുതുന്നത്. 53 അദ്ദേഹത്തിൻ്റെ കൊളോണിയലിസം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു അബോധ ഉപകരണമാണ്, അൺകോൺഷ്യസ് ടൂൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഏതാണ്ട് അതിനെ ന്യായീകരിക്കുന്ന മട്ടിലാണ് അദ്ദേഹം എഴുതിയത്. പക്ഷേ 70കളിലാകുമ്പോൾ കൊളോണിയലിസത്തെ മറ്റൊരു നിലയ്ക്ക് നോക്കിക്കാണാനും പാശ്ചാത്യ നാഗരികത എങ്ങനെയാണ് ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ നഗ്നമായ രക്തമൂറ്റൽ മാത്രമായി കൊളോണിയലിസം മാറിത്തീർന്നതെന്ന് പറയാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ചരിത്രത്തിലും ഒരർത്ഥത്തിലുണ്ട്. ഇപ്പോൾ 1840കളുടെ തുടക്കത്തിൽ കൂടുതൽ തത്വശാസ്ത്രപരമായ ഊന്നലുകളോടെ നടത്തിയ അന്വേഷണങ്ങൾ 40കളുടെ പകുതി മുതൽ ഏതാണ്ട് 70കൾ വരെ പൊളിറ്റിക്കൽ എക്കോണമിയെ കേന്ദ്രീകരിച്ച് മുതലാളിത്തം എന്ന വ്യവസ്ഥയുടെ ഘടനയെ വിശകലനം ചെയ്യുന്ന മട്ടിൽ നടത്തിയ അന്വേഷണങ്ങളും വിശദീകരണങ്ങളും 70കൾക്ക് ശേഷം അദ്ദേഹം നടത്തിയ എത്നോഗ്രഫി എന്ന് നമുക്ക് ഇന്ന് പറയാവുന്ന പഠനങ്ങൾ, ആ പഠനങ്ങളിലെ തെളിച്ചങ്ങളൊന്നും തന്നെ ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ മുമ്പിലില്ല. അദ്ദേഹത്തിൻ്റെ എത്നോഗ്രഫിക്കൽ നോട്ട്ബുക്സും കുറിപ്പുകളും ഒക്കെ വളരെ പ്രാഥമിക രൂപത്തിൽ അവിടെ വന്നു എന്നല്ലാതെ മാർക്സിൻ്റെ ഊന്നലുകൾ അവിടെ എന്തായിരുന്നു എന്നോ അത് അദ്ദേഹത്തിൻ്റെ മുൻകാല നിഗമനങ്ങളെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നതിനെ എങ്ങനെ നവീകരിക്കും എന്നോ കാര്യമായി ആലോചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മാർക്സിസം മാത്രമല്ല ഞാൻ പറയാം, മാർക്സിൻ്റെ തന്നെ ചിന്തയുടെ ചരിത്രത്തിനകത്തും ഇമാതിരിയുള്ള ചില വളർച്ചകളോ അല്ലെങ്കിൽ ദിശാവ്യതിയാനങ്ങളോ ഉണ്ട്. അങ്ങനെ ദിശാവ്യതിയാനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിലുള്ള ഒരു ചിന്താപരമായ ജ്ഞാനസിദ്ധാന്തപരമായ ജ്ഞാനശാസ്ത്രപരമായ ഒരു വിച്ഛേദമായിട്ട് കാണണമോ, 2 മാർക്സിനെ കണ്ടുപിടിക്കണമോ എന്നുള്ളത് സംശയകരവുമാണ്. കാരണം ഇതിലൊക്കെ തന്നെയും ഏർലി മാർക്സ് എന്ന് ലേറ്റർ മാർക്സ് എന്നും എല്ലാം പറഞ്ഞിട്ട് വകതിരിച്ചെടുക്കുമ്പോഴും അടിസ്ഥാനപരമായി മാർക്സ് മൂലധന കേന്ദ്രിതമായ വ്യവസ്ഥയുടെ മിച്ചമൂല്യ സമാഹരണത്തിലൂടെ ഉണ്ടാകുന്ന ചൂഷണ വ്യവസ്ഥയുടെ നിരാകരണം എന്ന അടിസ്ഥാന തത്വത്തെ ഒരു ഘട്ടത്തിലും കൈവിട്ടിട്ടുമില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയല്ല. അതുകൊണ്ട് ഈ വിച്ഛേദങ്ങൾ എന്ന ഘട്ടങ്ങളെ കണ്ടെത്തി മാർക്സിനെ കള്ളിതിരിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടായ ഊന്നലുകളിൽ വന്ന ഈ മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ആലോചന ഇന്ന് കൂടുതൽ സംഗതമാണ് എന്നുള്ളൊരു കാര്യമാണ് ഒന്നാമതായി പറയാനുള്ളത്. 2, ഈ പുസ്തകത്തിൽ ഇപ്പം എനിക്ക് വളരെ പ്രധാനമായി തോന്നിയ, ഒപ്പം തന്നെ പുസ്തകത്തെ മുൻനിർത്തിയുള്ളൊരു ചർച്ചയല്ല, പക്ഷേ മാർക്സിസത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനമെന്ന് ഇന്ന് നമുക്ക് പലപ്പോഴും തോന്നാവുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ളതിനെ മുൻനിർത്തി
ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനേ മുതിരുന്നുള്ളൂ. ഒന്ന്, ഈ വർഗസമൂഹം എന്നതിനെക്കുറിച്ചുള്ള പ്രശ്നം. 1848 നാളിതുവരെയുള്ള ലോകത്തിൻ്റെ ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണെന്ന് മാർക്സ് എഴുതുകയും 40 കൊല്ലം കഴിഞ്ഞപ്പോൾ എംഗൽസ് ഒരു അടിക്കുറിപ്പായിട്ട് എന്ന് വെച്ചാൽ എഴുതപ്പെട്ട ചരിത്രം എന്ന് അതിനൊരു വിശദീകരണം കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ 125 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ 125 കൊല്ലത്തിനിടയിൽ മനുഷ്യവിജ്ഞാനത്തിലും വർഗസമൂഹത്തെ സംബന്ധിച്ചുമുള്ള ധാരണകളിൽ വന്നിരിക്കുന്ന മാറ്റം എന്ത് എന്ന കാര്യം സോമശേഖരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വർഗസമൂഹത്തിലേക്ക് മനുഷ്യൻ പരിണമിച്ചെത്താൻ സോമശേഖരൻ അത് ആ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. MP പറഞ്ഞതുപോലെയല്ല, ഇടയ്ക്ക് സോമശേഖരൻ ഉദ്ധരിച്ചിട്ടുണ്ട്. വർഗസമൂഹത്തിലേക്ക് എത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നിരിക്കും എന്ന് എംഗൽസ് എഴുതിയത് ഉദ്ധരിച്ചിട്ട് സോമശേഖരൻ നടത്തുന്നൊരു നിരീക്ഷണം വാസ്തവത്തിൽ ഈ പരിവർത്തന പ്രക്രിയയെക്കുറിച്ച് എത്രയോ പരിമിതമായ ധാരണയെ അന്നുണ്ടായിരുന്നുള്ളൂ എന്നതിൻ്റെ തെളിവാണ് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ. ആയിരക്കണക്കിനല്ലല്ലോ, നമുക്കറിയാം ലക്ഷോപലക്ഷം വർഷങ്ങളാണ്. ലക്ഷോപലക്ഷം വർഷങ്ങളിലൂടെ ഒരു വർഗസമൂഹമായി മനുഷ്യൻ പരിണമിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ മുഴുവൻ നമ്മൾ ഔപചാരിക ചരിത്ര വിചാര രീതിയിൽ പ്രീ ഹിസ്റ്ററി എന്ന് പറയാം. എഴുത്തില്ലാത്ത കാലം പ്രാക്ചരിത്രം. ഈ പ്രാക്ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വർഗസമൂഹ രൂപീകരണത്തിൽ ഇടപെട്ടിട്ടില്ലേ? പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് ഒരു ആദിമ നിഷ്കളങ്കതയുടെ വിശുദ്ധ ഭൂതകാലത്തെ സങ്കല്പിച്ചാൽ തീരുന്നതാണോ പ്രശ്നം? ആ കാലത്തെ പടയോട്ടങ്ങൾ, കുലബന്ധങ്ങൾ, കൊള്ളക്കൊടുക്കലുകൾ, അല്ലെങ്കിൽ തലവെട്ടുകൾ, കുടിപ്പകകൾ, ഇതൊന്നും മനുഷ്യവംശത്തിൻ്റെ പിൽക്കാല ചരിത്രത്തിലേക്ക് ഒരു നിലയിലും സ്വാധീനം ചെലുത്താതെ മാറി നിൽക്കുകയാണ് എന്നാണോ കരുതേണ്ടത്? അതോ ഇതൊന്നുമില്ലാത്ത മാവേലി നാടുവാഴും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന പഴയ ഓണപ്പാട്ടിൻ്റെ ഒരു സുവർണ സ്മൃതി ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയാണോ വേണ്ടത്? ഇത് നിർണായക പ്രശ്നമാണ്. ഹെൻറി മോർഗനെ വായിച്ചതിന് ശേഷം എംഗൽസ് കൊണ്ടുവന്ന തിരുത്താണ് 858 മോർഗന് ശേഷം നരവംശ വിജ്ഞാനം കൊണ്ടുവന്ന തെളിവുകൾ ആകമാനം പരിശോധിച്ചാൽ വർഗസമൂഹ രൂപീകരണം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഉള്ള നിരീക്ഷണങ്ങളെ ഈ നരവംശാസ്ത്രപരമായ തെളിച്ചങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ വിശദീകരിക്കാൻ കഴിയൂ എന്ന ഒരു അടിസ്ഥാനപരമായ നിരീക്ഷണം സോമശേഖരൻ ഇതിൽ വയ്ക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ മാർക്സിസ്റ്റ് വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്താണ് വർഗം? മൂലധനത്തിൻ്റെ അവസാന വാള്യത്തിൽ 52-ാം അധ്യായത്തിൽ മാർക്സ് വർഗങ്ങൾ എന്ന് ശീർഷകത്തിൽ ഒരു ചെറിയ അധ്യായം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിലെന്താണ് വർഗം എന്ന് വിശദീകരണമില്ല. നമുക്കറിയാലോ, വർഗങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്താണ്? അവയുടെ സമ്പത്തിൻ്റെ സ്രോതസ്സാണോ എന്ന ചോദ്യം ചോദിക്കുകയും സ്രോതസ്സാണ് എന്നുള്ള മട്ടിൽ ഉത്തരം പറഞ്ഞു തുടങ്ങുകയും, പക്ഷെ അങ്ങനെ സങ്കല്പിച്ചാൽ എന്താണ്, ഡോക്ടറെയും എഞ്ചിനീയറെയും കച്ചവടക്കാരെയും വേറെ വേറെ വർഗങ്ങളായി പരിഗണിക്കേണ്ടി വരില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് താൻ നൽകിയ വിശദീകരണത്തെ താനായിട്ട് തന്നെ തള്ളിക്കളയുകയാണ് മാർക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ എംഗൽസിൻ്റെ ഒരു കുറിപ്പാണ് ഈ ചർച്ച ഇവിടെ അപൂർണമായി അവസാനിക്കുന്നു. ഈ അപൂർണമായി അവസാനിച്ച വർഗ വിശകലനം പിന്നെ പൂർണ്ണമായോ? എന്താണ് വർഗം? ഇപ്പോൾ 1845 ഞാൻ പറയുമ്പോൾ അതാണ് കേട്ടോ, 19-ാം നൂറ്റാണ്ട് 1845 ജർമ്മൻ പ്രത്യയശാസ്ത്രത്തിൽ മാർക്സ് എഴുതിയത് വർഗസമൂഹം എന്നത് ഒരു ബൂർഷ്വാ സ്വഭാവം, ഒരു ബൂർഷ്വാ സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. വർഗങ്ങൾ ബൂർഷ്വാ സമൂഹത്തിൻ്റെതാണ്. 48 പറയുന്നത് നാളിതുവരെയുള്ള ലോകത്തിൻ്റെ ചരിത്രം വർഗസമൂഹങ്ങളുടെ ചരിത്രമാണ്. 48 കഴിഞ്ഞ് അദ്ദേഹം എഴുതിയ ലൂയി ബോണപ്പാർട്ടിൻ്റെ ബ്രൂമേർ 18 അദ്ദേഹം ഒരു സമൂർത്ത സന്ദർഭത്തെ എടുത്ത് വർഗവിശകലനം നടത്താൻ ശ്രമിക്കുമ്പോൾ ലോകം മുഴുവൻ എന്താണ് വ്യത്യസ്ത വർഗങ്ങളായി വിരുദ്ധ വർഗങ്ങളായി തിരിഞ്ഞ് വർഗസമരം മൂർച്ഛിക്കുമെന്ന് സിദ്ധാന്തവൽക്കരിച്ച മാർക്സ് തന്നെ 51 ലൂയി ബോണപ്പാർട്ടിൻ്റെ ബ്രൂമേർ 18 ഇങ്ങനെ രണ്ട് വിരുദ്ധ ശക്തികളായി തിരിയുന്ന വർഗസമൂഹത്തെയല്ല അവതരിപ്പിക്കുന്നത്. റിപ്പബ്ലിക്കൻ ബൂർഷ്വാസി എന്ന് പറഞ്ഞിട്ട് ഒരു വർഗവിഭാഗത്തെ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത് കാണാം. ലൂയി ബോണപ്പാർട്ടിൻ്റെ ബ്രൂമേർ 18 അദ്ദേഹം കൊണ്ടുവരുന്ന വർഗസമൂഹങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ അത് അദ്ദേഹം തന്നെ നിർദ്ദേശിക്കുന്നതായി നാം മനസ്സിലാക്കുന്ന ക്ലാസിക്കൽ വർഗ സങ്കല്പങ്ങൾക്കകത്ത് നിൽക്കുന്നവയല്ല എന്ന് വ്യക്തമാവും. അതുപോലെ തന്നെ ഭൗതികമായി വർഗമായി കഴിയുമ്പോഴും വർഗ സ്വഭാവം കൈവന്നിട്ടില്ലാത്ത വർഗങ്ങളെക്കുറിച്ച് മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട്. ക്ലാസ് ഇൻ ഇറ്റ്സെൽഫ് എന്നും ക്ലാസ് ഫോർ ഇറ്റ്സെൽഫ് എന്നും പറഞ്ഞിട്ട് ഒരു ചാക്കുകെട്ടിനകത്ത ഉരുളക്കിഴങ്ങ് പോലെ ഒരുമിച്ച് നിൽക്കുമ്പോഴും
വർഗാവബോധം വരാത്തത് കൊണ്ട് സ്വയം പര്യാപ്തമായൊരു വർഗമായി തീരാതിരിക്കുന്നവരെ കുറിച്ചും അവ സ്വയം പര്യാപ്തമായ വർഗസമൂഹമായി മാറുമ്പോൾ അത് എന്താ പറയുക, ഒരു പൂർണ്ണ കാൻഡിയൻ കാറ്റഗറിയെ ആശ്രയിച്ചുകൊണ്ട് ഒരു പൂർണ്ണവർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിനെക്കുറിച്ചും മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂവിലൊക്കെ വരുന്ന സമയത്തേക്ക് ഈ ആദ്യകാലത്തെ അദ്ദേഹം തന്നെ മുമ്പോട്ട് വച്ച വർഗസങ്കല്പങ്ങൾ ധാരാളമായ തോതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പുനരാലോചനകൾക്കോ സൂക്ഷ്മമായ അന്വേഷണങ്ങൾക്കോ വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വർഗസമൂഹ രൂപീകരണം ഒരു കാര്യം ശരിയാണ്. വർഗസമൂഹം എന്നത് എന്താണ്? അധ്വാന മിച്ചമൂല്യത്തിൻ്റെ സമാഹരണം വഴി, ആ സമാഹരണം വഴി കൈവരുന്ന ഒരു ചൂഷണ ബന്ധമായി സമൂഹത്തിൽ വർഗബന്ധങ്ങൾ നിലനിൽക്കും എന്നത് നമുക്ക് വകവയ്ക്കാവുന്ന ഒരു നിശ്ചയമായും മാർക്സിസത്തിൻ്റെ അടിസ്ഥാനം ആയി പരിഗണിക്കാവുന്ന ഒരു നിരീക്ഷണമായിരിക്കെ തന്നെ ഈ വർഗസമൂഹ രൂപീകരണം ഏത് നിലയിൽ നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ധാരാളം വൈവിധ്യങ്ങളുള്ളതാണ്. മാർക്സിൽ തന്നെ, മാർക്സിസത്തിൻ്റെ പിൽക്കാല ചരിത്രത്തിൽ ഇത് വളരെ കൂടുതലുണ്ട്. ആ വിശദീകരണത്തിൽ ഇന്ന് ഉൾച്ചേർക്കേണ്ട സുപ്രധാനമായ ഘടകങ്ങളിൽ ഒന്നായിട്ടാണ് ഈ നരവംശപരമായ ഈ മനുഷ്യൻ്റെ അതിദീർഘമായ ഭൂതകാലം എന്ന പ്രശ്നം സോമശേഖരൻ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ലക്ഷോപലക്ഷം വർഷങ്ങളിലൂടെ പ്രാകൃത കമ്മ്യൂണിസം എന്നോ മറ്റോ ഒക്കെ നമ്മൾ സാമാന്യമായി പറഞ്ഞു പോകുന്ന കാലത്തെ ജൈവഘടന വരെ തുടരുന്നുണ്ടോ? ഇപ്പോൾ സോമശേഖരൻ്റെ ഒരു നിരീക്ഷണം, മിച്ചമൂല്യോൽപാദനവും രക്താധിഷ്ഠിതമായ കുടുംബബന്ധ ഘടനകളും കൂടി കലർന്നിട്ടായിരിക്കും വർഗസമൂഹം രൂപീകരിക്കപ്പെട്ടിരിക്കുക. വർഗസമൂഹ രൂപീകരണത്തിലേക്ക് അങ്ങനെ വരുമ്പോഴാണ് വർഗസമൂഹ രൂപീകരണം എന്നത് ജാതിയെ അതിനകത്ത് തന്നെ ഉൾക്കൊള്ളുന്ന ഒന്നായി മാറുന്നതെന്ന് സോമശേഖരൻ തുടർന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വർഗവും ജാതിയും തമ്മിലുള്ള ബന്ധം എന്നത് ഈ വർഗത്തെക്കുറിച്ചുള്ള ക്ലാസിക്കലായ ഒരു ഫ്രെയിംവർക്കിനകത്ത് വെച്ച് വിശദീകരിക്കുകയും അതിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ വർഗത്തിൽ തന്നെ പ്രവർത്തനക്ഷമമായി കൊണ്ടിരിക്കുന്ന ജാതിയുടെ ഈ ഭൂതബന്ധങ്ങളെ ഒരുപക്ഷെ നമുക്ക് വേണ്ടത്ര മനസ്സിലാക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ളൊരു വഴി വാസ്തവത്തിൽ ആ ചർച്ചയിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. കാരണം 1850കളിൽ മാർക്സ് മോർഗൻ്റെ പുസ്തകം കാര്യമായി ശ്രദ്ധിക്കുകയോ അതിനെ മുൻനിർത്തി വളരെ ഗൗരവപൂർവമായ അന്വേഷണങ്ങളിലേക്ക് നേരിട്ടധികം കടക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇത്തരം ആലോചനകൾ മനസ്സിലാക്കുകയും എംഗൽസിൻ്റെ പഠനങ്ങൾ അദ്ദേഹം പിന്തുടരുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അമേരിക്കയിലെ കറുത്തവരുടെ വിമോചന സമരത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത്, ആഭ്യന്തര കലാപത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് മാർക്സ് പറയുന്നുണ്ട്, അവിടെ അധ്വാനത്തെ വലയം ചെയ്യുന്ന ഒരു അതീത ശക്തിയായി, ഒരു മേൽശക്തിയായി ഈ വർണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. അധ്വാനത്തെ വലയം ചെയ്യുന്ന ഒരു അതിശക്തിയായി വർണ്ണം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാർക്സ് ഈ എത്നോഗ്രഫിക്കൽ നോട്ട് ബുക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അധ്വാനത്തെ നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്ന ഒരു അതിശക്തിയായ ഒരു മെറ്റാഫോഴ്സായി വർണ്ണത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ആ നിലയിലുള്ള മറ്റൊരു പ്രവർത്തന യുക്തിയാണ് ജാതിക്ക് ഇവിടെയുള്ളത്. ഇതിനാകട്ടെ കേവലം ഉൽപാദനപരം മാത്രമല്ലാത്ത അടിസ്ഥാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ഉൽപാദനത്തിലാണ് ഇടപെടുന്നതെങ്കിലും ഉൽപാദനപരമല്ലാത്ത അതിൻ്റെ ഭൂതബന്ധങ്ങൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ വർഗം എന്നത് ഏത് നിലയിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന സുപ്രധാനമായൊരു ചോദ്യം ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ സോമശേഖരൻ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അന്വേഷണങ്ങളിൽ മാർക്സിസ്റ്റ് ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അത് അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരുപക്ഷെ മാർക്സിൻ്റെ എത്നോഗ്രഫിക്കൽ അന്വേഷണങ്ങളോ ആന്ത്രപ്പോളജിക്കലായ എക്സ്പ്ലനേഷൻസോ നമ്മൾ മാർക്സുമായി ബന്ധപ്പെടുത്തി അധികം ചർച്ച ചെയ്തിട്ടില്ല. ഇതിലൊരു പ്രശ്നമുള്ളത് ഈ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന വിഷയത്തിന് തന്നെ ഒരു തരത്തിലുള്ള ഒരു കോളനി, എന്താ പറയുക, ഒരു കൊളോണിയൽ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് യൂറോപ്പ് നോൺ യൂറോപ്യൻ സമൂഹങ്ങളെ അവിടെ ഇരുന്ന് നോക്കിക്കണ്ടൊരു ജ്ഞാനശാഖയായിട്ടാണല്ലോ ഇത് നിലവിൽ വന്നത്. യൂറോപ്പ് സ്വയം പഠിച്ചത് സോഷ്യോളജിയും യൂറോപ്പ് ആഫ്രിക്കയെ പഠിച്ചത് ആന്ത്രപ്പോളജിയാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെ പഠിക്കാൻ ആന്ത്രപ്പോളജി, അവരവരെ കുറിച്ച് പഠിക്കാൻ സോഷ്യോളജി എന്നിങ്ങനെ ജ്ഞാനശാഖകൾ തന്നെ വളരെ കൊളോണിയലായതുകൊണ്ട് ഇന്ന് വളരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെട്ട ഒരു ശാഖയായിട്ട് ഇത് പലപ്പോഴും മാറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നിരീക്ഷണങ്ങളെ നമുക്ക് ആ നിലയിൽ കാണാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ അവിടെ തന്നെ
സോമശേഖരൻ വേറൊരു നിരീക്ഷണം നടത്തുന്നതും പ്രധാനമായിട്ട് എനിക്ക് തോന്നി. കാരണം വിവരസാങ്കേതിക വിദ്യയുടെയും സാങ്കേതികവിദ്യ വളർച്ചയുടെയും ഈ വമ്പിച്ച ഒരു കുതിപ്പ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലെ പുതിയൊരു ഘട്ടത്തെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്ന നിരീക്ഷണങ്ങൾ സംഗതമാണോ എന്നൊരു ചോദ്യം. ആന്ത്രോപോസിൻ എന്ന് വിളിക്കാവുന്ന ഒരു പുതിയ ഘട്ടം വന്നോ? അങ്ങനെ ഒരു ചോദ്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നൊരു പ്രശ്നമാണ്. മാർക്സിസം ഈ പ്രശ്നത്തെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നാൽ മാർക്സിസത്തിൻ്റെ ഈ പുസ്തകം ചർച്ച ചെയ്യുന്ന മർമ്മസ്പർശിയായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്സിസവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. ഒരുപക്ഷെ മാർക്സിസം നേരിട്ട ഏറ്റവും വലിയ തകരാറ് വാസ്തവത്തിൽ അതിനെ പ്രകൃതി ശാസ്ത്രത്തിൻ്റെ യുക്തിയിലേക്കും വിചാരക്രമങ്ങളിലേക്കും കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ ക്ലാസ്സിൽ കേട്ടത് അങ്ങനെയാണ്, ഇതൊരു ശാസ്ത്രമാണ് എന്നാണ്. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ ഒരു സത്യാത്മക പദവിയെ, ബെക്കോണിയൻ ശാസ്ത്രത്തിൻ്റെ ഒരു രീതി പദ്ധതിയെയൊക്കെ അതേപടി ആവർത്തിക്കാൻ കെൽപ്പുള്ള പ്രകൃതിയെയും മനുഷ്യനെയും സർവ്വതിനെയും ഒരൊറ്റ കണക്കിന് വിശദീകരിക്കാൻ കഴിയുന്ന സ്റ്റാലിൻ്റെ വാചകം സോമശേഖരൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അനിശ്ചിതത്വങ്ങളൊക്കെ അവസാനിക്കുകയും എല്ലാം നിയമബദ്ധമായി ഭദ്രമായി വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു നല്ല കാലം വരാനിരിക്കുന്നു എന്നാണ് ആ ഉദ്ധരണി. ഈ നല്ല കാലമാണ് എന്ന് കരുതുന്ന മട്ടിൽ മാർക്സിസത്തെ ശാസ്ത്രവൽക്കരിച്ചത്. അവിടെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, പ്രകൃതി ശാസ്ത്രങ്ങളുടെ ഒരു സാമാന്യ സ്വഭാവത്തെ വച്ച് പ്രകൃതി ശാസ്ത്രങ്ങളുടെ സിദ്ധാന്തവൽക്കരണ യുക്തി കൊണ്ട് മനുഷ്യ ജീവിതത്തെ അതിൻ്റെ സങ്കീർണതകളെ വിശദീകരിക്കാൻ കഴിയുമോ? അവിടെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മളൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നതിനെ, അത് സോമശേഖരൻ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരുദ്ധ്യവാദത്തെ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെട്ടത് എന്ന പ്രശ്നം സോമശേഖരൻ എടുക്കുന്നുണ്ട്. ലെനിൻ സൂചിപ്പിച്ചതിൽ നിന്ന് പിൽക്കാല വൈരുദ്ധ്യവാദത്തിലേക്ക് വന്നപ്പോഴുള്ള തകരാറെന്തായിരുന്നു? ലെനിൻ വൈരുദ്ധ്യത്തെ ഒന്ന് രണ്ടായി പിളരുകയും ആ രണ്ടിനെക്കുറിച്ചും സമഗ്രധാരണ നേടുകയും ചെയ്യുന്നതാണ് വൈരുദ്ധ്യവാദമെന്ന് ലെനിൻ കരുതിയിട്ടേയില്ല. മറിച്ച് നമ്മളെല്ലാം സാമാന്യന, ഞാനടക്കം എല്ലാം ക്ലാസ്സുകളിലിരുന്ന് ഉറപ്പിച്ച് പഠിച്ചത് ഈ ഒന്ന് രണ്ടായി പിളരുകയും അവ തമ്മിലുള്ള സംഘർഷം വഴി ഇതെങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് വൈരുദ്ധ്യവാദം. ലളിതമായി പറഞ്ഞാൽ പാശ്ചാത്യ ദ്വന്ദ്വവാദത്തെ, വെസ്റ്റേൺ ഡൈക്കോട്ടമിക്കൽ തിങ്കിങ്ങിനെ, ദ്വന്ദ്വവാദപരമായൊരു യുക്തിയെ നമ്മൾ വൈരുദ്ധ്യവാദമാണ് എന്ന നിലയിൽ വൻതോതിൽ ആവർത്തിച്ചുറപ്പിച്ചു. വാസ്തവത്തിൽ ലെനിൻ്റെ ഉദ്ധരണി അദ്ദേഹം കൊടുക്കുന്നുണ്ട്, മാവോ അതിന് നൽകിയ വിശദീകരണം കൊടുക്കുന്നുണ്ട്. എത്ര അർത്ഥം മാറി? ലെനിൻ പറയുന്നത് ഒരു പ്രതിഭാസത്തെ, ഒരു പ്രക്രിയയോ ഒന്നിനെ പലതായി ചെതറുകയും അവയുടെ പ്രക്രിയകളെ, പ്രവണതകളെ പഠിക്കുകയും ചെയ്യുന്നതാണ് വൈരുദ്ധ്യവാദം. പലതായിട്ടാണ്, അനേക വശങ്ങളിലേക്കാണ് തുറക്കുന്നത് ഒന്ന്. അല്ലാതെ ഒന്ന് രണ്ടായി പിളർന്നിട്ട് രണ്ടിൻ്റെയും സ്വഭാവം പഠിച്ചാൽ എല്ലാം മനസ്സിലാവുകയല്ല. വാസ്തവത്തിൽ വൈരുദ്ധ്യവാദത്തെ ദ്വന്ദ്വാത്മകമായി മാത്രം മനസ്സിലാക്കിയ നമ്മുടെ യാന്ത്രികമായ ധാരണയിലാണ് വാസ്തവത്തിൽ പ്രകൃതിശാസ്ത്രത്തിൻ്റെ യുക്തി കൊണ്ട് സമൂഹത്തെ വിശദീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രകൃതിശാസ്ത്രം പോലും യാഥാർത്ഥ്യത്തിൻ്റെ സത്യാത്മകമായ അവസാന അവതരണമാണ് എന്ന തെറ്റിദ്ധാരണയിലേക്ക് എത്തിയത്. ദ്വന്ദ്വവാദം വൈരുദ്ധ്യവാദമല്ല. കാരണം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എത്രയോ നാം നോക്കിയാൽ കാണുന്നതും ഒരുപക്ഷെ ഇന്ന് നോക്കിയാൽ കാണാത്തതുമായ എത്രയോ പ്രഭാവങ്ങൾ കലർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൺവർജൻസ് പോയിൻ്റാണ് ഏത് യാഥാർത്ഥ്യവും. ഇപ്പോൾ വിളയോടി രാമേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ തലച്ചോറിൽ ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിവംശത്തിൻ്റെ ഓർമ്മകൾ പതിഞ്ഞു കിടക്കുന്നു. അദ്ദേഹം പറയുന്നു, ഈച്ച എല്ലാം കാണും, നിങ്ങളെല്ലാം കാണില്ല, നമുക്കെല്ലാം കാണാൻ പറ്റില്ല, 150 ഡിഗ്രി കാണാൻ പറ്റും, ഈച്ച എല്ലാം കാണും. അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകമുള്ള നിരീക്ഷണം, നിങ്ങൾ പുറകെ നടക്കുമ്പോൾ പുറകെ നിന്ന് ആരെങ്കിലും വിളിക്കണതായിട്ട് തോന്നുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളെ കാണും. ഈ ആരോ വിളിക്കണതായിട്ടുള്ള തോന്നൽ വാസ്തവത്തിൽ ഈച്ചയുടെ പഴയ കാഴ്ചയുടെ ഓർമ്മ അവശിഷ്ട രൂപത്തിൽ കിടക്കണോണ്ടാന്നാണ്. കാരണം ഈച്ചയ്ക്ക് ഫോക്കസ്ഡായ കാഴ്ചയില്ല. ഈച്ചയെ നിങ്ങൾ കൈയടിച്ച് ഓടിക്കാൻ നോക്കുമ്പോൾ എന്തോ വന്നുവെന്നേ ഈച്ച കാണുള്ളൂ, എന്തു വന്നു എന്ന് കാണൂല. എന്തു വന്നു എന്ന് കാണണമെങ്കിൽ ഫോക്കസ്ഡ് വിഷൻ വേണം. എന്തോ വന്നു എന്നറിയാം. ഈച്ചയിൽ നിന്ന് മനുഷ്യനായി. പക്ഷെ ഈച്ചയുടെ ഈ കാഴ്ചയെ രൂപപ്പെടുത്തിയ നമ്മുടെ ജനിതകമായ ബന്ധങ്ങൾ അവസാനിച്ചില്ല. അതുകൊണ്ട് ഈ ബന്ധം നമ്മുടെ ചരിത്രത്തിൽ പ്രവർത്തിക്കുമോ? ഈ ബന്ധം മനുഷ്യ ചരിത്രത്തിൽ പ്രവർത്തിക്കുമോ? നിങ്ങളൊരു കവിത വായിക്കുമ്പോൾ
നിങ്ങളൊരു എന്താ പറയുക കലാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങളൊരു ജീവിത ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പരിണാമ പ്രക്രിയയിലെ ഈ ജനിതകപരം എന്ന് വിളിക്കാവുന്ന ഘടകം അതിൽ പ്രവർത്തിക്കുമെന്ന് വന്നാൽ അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടല്ലേ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ ദ്വന്ദ്വവാദപരമായി രണ്ട് വിപരീത ഗണങ്ങളായി പിളർത്തി രണ്ടിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അതിൻ്റെ സംഘർഷത്തിൻ്റെ പര്യവസാനത്തിൽ യാഥാർത്ഥ്യം തെളിഞ്ഞു എന്ന് മനസ്സിലാകുന്നത് വൈരുദ്ധ്യാത്മകതയേ അല്ല, മറിച്ച് ദ്വന്ദ്വവാദം. ഈ ദ്വന്ദ്വവാദത്തെ വൈരുദ്ധ്യവാദത്തിൻ്റെ ലേബലൊട്ടിച്ചാണ് മിക്കവാറും നാം മനസ്സിലാക്കിയത്. അത് വൈരുദ്ധ്യവാദത്തിൻ്റെ യാന്ത്രികതയെ പരിഹരിക്കാൻ ശ്രമിച്ച മാവോ എങ്ങനെയാണ് വൈരുദ്ധ്യവാദത്തെ പഴഞ്ചൊൽ പരുവത്തിലാക്കിയത് എന്ന് സോമശേഖരൻ നന്നായി പറയുന്നുണ്ട്. ഇത് വെറുതെ ഐതിഹ്യാത്മകമായ കുട്ടിക്കഥ പോലെയുള്ള ചില ഉദ്ധരണികളാക്കി മാറ്റുകയും ദൈവവചനങ്ങൾ പോലെ നമ്മളതൊക്കെ ഏതെങ്കിലും രൂപത്തിൽ പറഞ്ഞുകൊണ്ടിടക്കുകയും ചെയ്തു. വാസ്തവത്തിൽ എന്താണ്? അനവധിയായ, ഒരുപക്ഷെ നമുക്കൊരു ഘട്ടത്തിൽ സൂക്ഷ്മമായി നോക്കി തീർക്കാൻ കഴിയാത്ത അത്രയും പ്രഭാവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രക്രിയ മനസ്സിലാക്കലാണ് വൈരുദ്ധ്യവാദം, അല്ലാതെ അതിനെ ഇരട്ടകളായിട്ട് പിരിക്കലല്ല. ഒന്ന് രണ്ടായി പിളരുകയും രണ്ടിനെയും പഠിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ന് തെറ്റിദ്ധരിക്കുകയല്ല. അപ്പം ഈ തെറ്റിദ്ധാരണ വൈരുദ്ധ്യവാദത്തിൻ്റെ സോവിയറ്റ് ട്രഡീഷൻ മുതൽ ലെനിൻ ഇതറിയായിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് രണ്ടായി പിളരുന്നു എന്നല്ല, ഒന്ന് അനേകമായി പിളരുകയാണ്, ഒന്ന് അനേകമായി മാറുന്നുണ്ട്, അനേക വശങ്ങളോടുകൂടിയ യാഥാർത്ഥ്യമായി അത് അനുസ്യൂതം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചറിയലാണ് പ്രധാനം. മാത്രമല്ല, ഹെഗലിനെ ശരിയായി വായിക്കാതെ, ഫിനോമിനോളജി ഓഫ് മൈൻഡ് നന്നായി മനസ്സിലാകാതെ നിങ്ങൾക്ക് മാർക്സ് മനസ്സിലാവില്ല എന്ന് ലെനിൻ എഴുതിയത് ഒരു പ്രശ്നം വേണമെങ്കിൽ പറയാവുന്ന. അതിനു മുമ്പ് മാർക്സിസം എന്താണെന്ന് ലെനിനും എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചരിത്രത്തിൻ്റെ ആകസ്മികതകളെന്ന് പറയുകയാണ്. ഈ ഫിനോമിനോളജി മനസ്സിലാകാതെ വാസ്തവത്തിൽ മാർക്സിസം മനസ്സിലാവില്ല. ഹെഗല് മനസ്സിലാവാതെ മാർക്സിസം മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ വൈരുദ്ധ്യവാദം എന്ന നിലയിൽ മനസ്സിലാക്കപ്പെട്ടതിൽ മഹാഭൂരിപക്ഷവും, എനിക്കിന്ന് യാതൊരു സംശയവുമില്ല, ഒരു താർക്കിക യുക്തിയാണ്, വൈരുദ്ധ്യവാദമൊന്നുമല്ല. ഒരു വെസ്റ്റേൺ റാഷണാലിറ്റിയുടെ ഒരു പോളമിക്കലായ ഒരു ഫ്രെയിംവർക്കിനകത്ത് ഒരു താർക്കികതയ്ക്ക് അപ്പുറത്തേക്ക് വൈരുദ്ധ്യവാദം മനസ്സിലാക്കപ്പെടാതെ പോയിട്ടുണ്ട്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ മാർക്സിന് ആ നിലയിൽ അന്ന് ലഭ്യമല്ല. ലഭ്യമായതിൽ നിന്ന് അന്നത്തെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന മട്ടിലുള്ള ഒരു നിലയിൽ അത് മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. ഞാനതിനൊരു കുറ്റമായിട്ട് പറയല്ല. പക്ഷെ ഇത് വൈരുദ്ധ്യാത്മക ചിന്തയെ ദുർബലപ്പെടുത്തുകയും അതിനെ പാശ്ചാത്യ ദ്വന്ദ്വവാദത്തിൻ്റെ പിടിയിൽ കൊണ്ടുചെന്ന് കെട്ടുകയും ഈ ദ്വന്ദ്വവാദം കൊണ്ട് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ തുടങ്ങുന്നതോടെ ശാസ്ത്രീയ യുക്തി എന്ന് പറഞ്ഞ് പ്രകൃതിശാസ്ത്രത്തിൻ്റെ കാറ്റഗറികൾ, പ്രകൃതിശാസ്ത്രത്തിൻ്റെ വിചാരക്രമങ്ങൾ അതേപടി സമൂഹത്തെ വിശദീകരിക്കാൻ പര്യാപ്തമാണ് എന്ന് കരുതുകയും ചെയ്തു. ഇവിടെ രണ്ട് പ്രശ്നം പറ്റി. ഒന്ന്, പ്രകൃതിശാസ്ത്രം കൊണ്ട് സമൂഹത്തെ വിശദീകരിക്കാമെന്ന് പറയുമ്പോൾ സമൂഹ യാഥാർത്ഥ്യം എന്ന് പറയുന്നതിൽ ഈ ശാസ്ത്രവും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രത്തിൽ അത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സോമശേഖരൻ ആ ഒരു പോയിന്റ് നന്നായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശാസ്ത്രത്തെ നിയമവൽക്കരിക്കുന്നു, ഇതാണ് യാഥാർത്ഥ്യം, അതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞേയപ്രപഞ്ചത്തിനകത്ത് വെച്ചാണ്. ജ്ഞേയപ്രപഞ്ചത്തിനകത്ത് വെച്ചായിരിക്കുമ്പോൾ പോലും അജ്ഞേയമായ പ്രപഞ്ചത്തിൻ്റെ ഒരു മഹാസ്ഥൂലതയ്ക്കകത്താണ് ഈ ജ്ഞേയപ്രപഞ്ചം നിലകൊള്ളുന്നത്. അതുകൊണ്ട് അജ്ഞേയമായ മഹാപ്രപഞ്ചത്തിൻ്റെ പ്രഭാവങ്ങൾ നമ്മുടെ ജ്ഞേയപ്രപഞ്ചത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ കൂടി അക്കൗണ്ട് ചെയ്തുകൊണ്ടല്ല വിശദീകരണം. അതുകൊണ്ട് ഈ അജ്ഞേയ പ്രപഞ്ചത്തിൻ്റെ പ്രഭാവങ്ങൾ എന്ന് പറയുന്നത് ജ്ഞേയപ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അത് യാഥാർത്ഥ്യത്തിൻ്റെ വസ്തുനിഷ്ഠതയെയോ ഭൗതികതയെയോ ഇല്ലാതാക്കുന്നില്ല. യാഥാർത്ഥ്യത്തെ വിശദീകരിക്കുന്ന നമ്മുടെ ക്രമങ്ങളെ അത് പുതുക്കി പണിയാൻ പ്രേരിപ്പിക്കുന്നു. അപ്പം ഈ ജ്ഞേയതയും അജ്ഞേയതയും തമ്മിലുള്ള ഈ അനിവാര്യമായ സംഘർഷം, ആ വൈരുദ്ധ്യാത്മകത ശാസ്ത്രമെന്ന് നാം കരുതുന്ന തത്വത്തിൽ പോലും നിലീനമായിരിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയാൽ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ സത്യാത്മക പദവിയെക്കുറിച്ചുള്ള ധാരണകൾ വരെ വാസ്തവത്തിൽ ആധുനിക ഭൗതികത്തിൻ്റെ അല്ലെങ്കിൽ ആധുനിക ചിന്തയുടെ ഒരു പരിസരത്തിനകത്ത് നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ചർച്ചകൾ നിശ്ചയമായിട്ടാവാമെന്നാണ് സോമശേഖരൻ ആ പൊസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രബോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രകൃതിയെ സംബന്ധിച്ച ധാരണകളിൽ പ്രവർത്തിക്കുക? കാരണം പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 10 പേര് ചേർന്നിട്ട് ഈ 10 പേരും കൂടി ചേർന്നിട്ട് എന്താണ് ചെയ്യാന്നുള്ളത് 10 പേർക്കും അറിയാൻ പാടില്ല, 10 പേര് ഒരുമിച്ചിരുന്നാലും അറിയാൻ പാടില്ല, ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
ഇങ്ങനെ അനന്തമായ ഒരു സംഭാവ്യതയുടെ സാധ്യതയെ നിലനിർത്തിക്കൊണ്ടാണ് സമൂഹ യാഥാർത്ഥ്യം പ്രകൃതി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ സംഭാവ്യതകളെ മുഴുവൻ നമുക്ക് എന്താ പറയുക, നിയമവൽക്കരിക്കാനായിട്ട് കഴിയില്ല, പ്രകൃതിയിൽ പോലും കഴിയില്ല. അതുകൊണ്ടാണ് ശാസ്ത്രം തത്വം എന്ന നിലയിൽ നിർദ്ധാരണം ചെയ്തെടുത്ത ഫലങ്ങൾ തന്നെയാണോ ശാസ്ത്രം ചരിത്രത്തിൽ ഉളവാക്കിയത് എന്നുള്ള ചോദ്യം ശാസ്ത്ര ചരിത്രകാരന്മാർക്ക് ഉന്നയിക്കേണ്ടി വരുന്നത്. ജെ.ഡി. ബർണൽ എഴുതുമ്പോൾ സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് എഴുതി. സയൻസ് ഇൻ ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് സയൻസ് അല്ല. ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ പടിപടിയായി എങ്ങനെ ശാസ്ത്രത്തിനകത്ത് വികസിച്ചു വന്നു എന്നുള്ളതാണ്. സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രം ചരിത്രത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന്, ഈ ശാസ്ത്രം ചരിത്രത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് ചോദിക്കാൻ തുടങ്ങുന്നതോടെ ഒരുപക്ഷെ ശാസ്ത്രത്തിൻ്റെ കൊളോണിയൽ ബന്ധങ്ങൾ പുറത്തു വരും, ശാസ്ത്രത്തിൻ്റെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇംപ്ലിക്കേഷൻസ് വരും. അത് തത്വത്തിലുള്ള ശാസ്ത്രത്തിലില്ല, പ്രവർത്തിച്ച ശാസ്ത്രത്തിലാണ്. ഇതാണ് ചരിത്രത്തിൽ വരുന്നതോടെ ഒരറിവിന് സംഭവിക്കുന്ന പ്രയുക്തതാ സ്വഭാവം. ഈ പ്രയുക്തതാ സ്വഭാവത്തെ അതിൻ്റെ മൂർത്ത സന്ദർഭത്തിൽ പിടിക്കണം. അതാണ് ലെനിൻ പറഞ്ഞത്, സമൂർത്ത സാഹചര്യങ്ങളിലെ സമൂർത്ത വിശകലനം. നമ്മൾ സമൂർത്തതയെ ഒരമൂർത്ത തത്വമാക്കി മാറ്റി ആ അമൂർത്തതയെ വിശദീകരിച്ച് ഇതാണ് സമൂർത്തത എന്ന് തെറ്റിദ്ധരിച്ച് ശീലിച്ചു. ഈ ശീലമാണ് വാസ്തവത്തിൽ മാർക്സിസത്തെ പ്രകൃതിശാസ്ത്രത്തിൻ്റെ യുക്തിയിലേക്ക് കൊണ്ടുചെന്ന് കെട്ടുകയും ഇതിന് സത്യാത്മക പദവിയുണ്ട് എന്ന് ക്ലാസ് എടുത്ത ആളുകളെ ബോധ്യപ്പെടുത്തുകയും ക്ലാസ്സിൽ എന്ത് പറഞ്ഞാലും പ്രകൃതി അതിൻ്റെ വേറെ വഴിക്ക്, സമൂഹം അതിൻ്റെ വേറെ വഴിക്ക് പോവുകയും അവസാനം ക്ലാസ്സും യാഥാർത്ഥ്യവും തമ്മിൽ രണ്ട് വഴിയായി പോവുകയും ചെയ്തത്. ഇപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ SFIയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടോ എന്ന് ക്ലാസ് എടുത്ത അതിപണ്ഡിതനായ ഒരാളോട് ചോദിച്ചപ്പോൾ സോഷ്യലിസവും ഫെമിനിസവും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് മാർക്സിസ്റ്റ് വിരുദ്ധാണെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയ അനുഭവം എനിക്കുണ്ട്. നോക്കൂ, ക്ലാര സെറ്റ്കിനാണ് ലോക വനിതാ ദിനം തുടങ്ങിയത്. അലക്സാണ്ട്ര കൊല്ലന്തായിയെ പോലെ ഒരു സ്ത്രീ പറഞ്ഞതിനപ്പുറമൊന്നും ഇന്നത്തെ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പോലും പറഞ്ഞിട്ടില്ല. കൊല്ലന്തായിയെ നമുക്ക് വായിക്കാത്തതുകൊണ്ടും അറിയാത്തതുകൊണ്ടും ഇതെല്ലാം റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ അക്കൗണ്ടിൽ വിടാനേ ഉള്ളൂ. ഞാൻ എല്ലാ മാർക്സിസ്റ്റുകൾ പറഞ്ഞു തീർത്തു എന്ന് വാദിക്കുകയല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. പക്ഷേ അലക്സാണ്ട്ര കൊല്ലന്തായി ലൈംഗിക രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത് വായിച്ചാൽ ഇന്ന് നമ്മൾ ലൈംഗിക രാഷ്ട്രീയത്തെക്കുറിച്ച് കേൾക്കുന്നതൊന്നും അത്ര മഹാകാര്യമാണെന്ന് തോന്നില്ല. ഇപ്പോൾ സോമശേഖരൻ തന്നെ ആരും ഉദ്ധരിക്കാത്ത ഒരു വാക്കുദ്ധരിച്ചിട്ടുണ്ട്, കുടുംബം തകരണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു നിർദ്ദേശമാണ്, കുടുംബം തകരണം. കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുമോ? മാർക്സിസ്റ്റുകൾക്ക് പറയാൻ പറ്റുമോ കുടുംബം തകരണം എന്ന്? ഇതാണ് പ്രശ്നം. കാരണം കുടുംബം എന്ന് പറയുന്ന ഈ ചരിത്രപരമായി നിലവിൽ വന്ന സ്ഥാപന സംവിധാനത്തെ വിമർശനാത്മകമായിട്ട് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കിട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഈ നമ്മുടെ ക്ലാസ്സുകളിൽ സംഭവിച്ച നാം മാർക്സിസമായി മനസ്സിലാക്കിയതിൽ വൈരുദ്ധ്യാത്മകതയെ വലിയ തോതിൽ ദ്വന്ദ്വാത്മക ഭൗതികത കീഴ്പ്പെടുത്തുകയുണ്ടായി. അത് സ്റ്റാലിൻ്റെ ഘട്ടത്തിൽ മാത്രം സംഭവിച്ചു എന്നല്ല, സ്റ്റാലിനെ വൻതോതിൽ തിരുത്തിയെന്ന് നമ്മളൊക്കെ ധരിച്ച മാവോയുടെ ഘട്ടത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. മൂന്നാം ഇൻ്റർനാഷണൽ പറഞ്ഞുറപ്പിച്ച നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, ലോകം മാറുന്നതിന് കൃത്യം 3 നിയമമുണ്ടല്ലോ. ആ നിയമമൊക്കെ അതെല്ലാം ഒരുപാട് ക്ലാസ് എടുത്തുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇങ്ങനെ അളവിൽ നിന്ന് ഗുണത്തിലേക്ക്, വൈരുദ്ധ്യങ്ങളുടെ സംയോഗം, നിഷേധത്തിൻ്റെ നിഷേധം, അങ്ങനെ നിയമാനുസരിച്ച് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നിർഭാഗ്യവശാൽ ലോകം ആ വഴിക്ക് പോയില്ല, ക്ലാസ്സൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ ഈ സോമശേഖരൻ പറയേണ്ട ഈ പരിഹാസമൊക്കെ ലോകത്തോട് മാത്രമല്ല എന്നോടും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് നമ്മളോടാകുവാനുള്ള പരിഹാസമായിട്ട് ലജ്ജ ഒരു വലിയ വിമർശനശേഷിയുള്ള ആശയമാണെന്ന് മാർക്സ് പറയുന്നുണ്ട്. ലജ്ജ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ പരിഹാസവും ആത്മവിമർശനവും ആത്മപരിഹാസവും ഒക്കെ ഭയങ്കരമായൊരു ക്രിട്ടിക്കൽ വാല്യൂ ഉള്ളൊരു കാര്യമാണ്. നിൽക്കട്ടെ, അപ്പം ഞാൻ പറഞ്ഞത് ഈ 2 പോയിന്റ്, അതായത് ഈ ശാസ്ത്രവൽക്കരണം, മാർക്സിസത്തിൻ്റെ എന്താണ് സയൻറ്റിസ്റ്റായ ശാസ്ത്രവാദപരമായ മാർക്സിസമാക്കി എല്ലാം അനിശ്ചിതത്വങ്ങൾ അവസാനിച്ച് ഭദ്രയാഥാർത്ഥ്യത്തെ സുവ്യക്തമായി വിശദീകരിക്കാൻ കഴിയുന്ന ഏകമാനമായൊരു പ്രമാണമായിട്ട് മാർക്സിസം മാറുകയാണ് എന്ന സ്റ്റാലിൻ്റെ വിശദീകരണവും ഏതാണ്ട് ആ വിശദീകരണത്തെ വളരെ സങ്കീർണമായി അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു എന്ന് കരുതുകയും വാസ്തവത്തിൽ അതിനെ തന്നെ മറ്റു നിലയിൽ ആവർത്തിക്കുകയും ചെയ്ത മാവോയിസ്റ്റ് എക്സ്പ്ലനേഷൻസും എല്ലാം ചേർന്ന് വാസ്തവത്തിൽ സമൂഹ യാഥാർത്ഥ്യത്തെ പഠിക്കുന്നതിനുള്ള മാർക്സിസത്തിൻ്റെ ശേഷിയെ വളരെ കൂടുതൽ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു വിമർശനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മാർക്സിസം ഉണ്ടാക്കിയ തെളിച്ചങ്ങളാകെ പാഴായിപ്പോയി എന്നൊന്നും പറയല്ല കേട്ടോ, ഒട്ടുമല്ല, അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല.
പക്ഷേ നാം ഈ പറഞ്ഞ നിലയ്ക്ക് അതിൻ്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇപ്പം മാർക്സ് തന്നെ ഇന്ത്യയെക്കുറിച്ച് എഴുതിയത് തിരുത്തുകയുണ്ടായി. അത്രത്തോളം പിന്നീട് മാർക്സിസ്റ്റുകൾ തിരുത്തിയിട്ടില്ല. അതാണ് മാർക്സ് 20 കൊല്ലം കൊണ്ട് തിരുത്തി അത്രത്തോളം പിന്നെ ഈ 100 കൊല്ലം കൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റിയിട്ടില്ല. അത് ഒരു വലിയ വൈചിത്ര്യമല്ലേ. എന്തായാലും അങ്ങനെ ഒരു മൂന്നാമത്തെ ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. നാലാമത് ഞാൻ ഈ പറഞ്ഞ വർഗം, അതുപോലെ വൈരുദ്ധ്യവാദം, ശാസ്ത്രം, പിന്നെ നാം നേരിടുന്ന നേരത്തെ MP വളരെ ശക്തമായി ചൂണ്ടിക്കാണിച്ച പരിസ്ഥിതി എന്ന് പറയുന്ന പ്രശ്നം. പാരിസ്ഥിതികതയും അതുയർത്തുന്ന വെല്ലുവിളിയും അഭിസംബോധന ചെയ്യാതെ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ വർഗസമരത്തിൻ്റെ കേന്ദ്രമായി പരിസ്ഥിതി മാറിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഇത് നമ്മൾ കമ്മിറ്റിയോടെ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ യാഥാർത്ഥ്യം ഇതാണ്. ഈ നിലയിൽ എത്തിക്കഴിഞ്ഞു. കാരണം ഭൂമിയെ നിലനിൽക്കാൻ അനുവദിക്കാത്ത ഒരു ഉൽപാദന വ്യവസ്ഥയായി മുതലാളിത്തം മാറിയിരിക്കുന്നു. ജോൺ ബെല്ലമി ഫോസ്റ്ററിനെ ബേബി ഉദ്ധരിച്ചിട്ടുണ്ട്. 3% വളർച്ചാ നിരക്കുണ്ടായാൽ പോലും ഒരു നൂറ്റാണ്ട് കൊണ്ട് വ്യവസായത്തിനുണ്ടാകുന്ന വളർച്ച ഭൂമിയെ പൊട്ടിച്ച് കളയാൻ പര്യാപ്തമാണ്. 3% വളർച്ചാ നിരക്ക് പോലും സാമ്പത്തിക മാന്ദ്യമായിട്ടാണ് കണക്കാക്കപ്പെടുക. 3% വളർച്ച സാമ്പത്തിക മാന്ദ്യമാണ്. പക്ഷേ ആ 3% വളർച്ച പോലും 100 കൊല്ലം കൊണ്ടുണ്ടാക്കുന്ന പെരുക്കങ്ങൾ, വ്യാവസായിക പെരുക്കങ്ങൾ ഭൂമിയെ ഇല്ലാണ്ടാക്കി കളയും. ഇപ്പോൾ IPCCയുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള പഠന റിപ്പോർട്ടിലെ ഒരു കൗതുകമുള്ള പരാമർശം ഉണ്ടല്ലോ. 1-ാം ലോകത്തെ പോലെ 3-ാം ലോകം വികസിക്കാത്തതുകൊണ്ടാണ് ഭൂമി ബാക്കിയുള്ളത്. നോക്കൂ, 1-ാം ലോകത്തെ 150 കോടി ജനതയുടെ ജീവിത നിലവാരത്തിലേക്ക് 700 കോടി ആളുകളും പോയിരുന്നെങ്കിൽ ഭൂമിയെ തീർന്നു പോയേനെ. അതുകൊണ്ട് ദരിദ്രൻ്റെ അക്കൗണ്ടിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇരിക്കണത് തന്നെ. ദരിദ്രവാസികളുടെ അക്കൗണ്ടില്ല. ചരിത്രം തിരിച്ചു പറയാൻ തുടങ്ങുകയാണ്. ഒരുപക്ഷെ 3-ാം ലോകത്തിലെ ദരിദ്രവാസികൾക്ക് എഴുന്നേറ്റ് നിന്ന് 1-ാം ലോകത്തോട് പറയാം, എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പുറത്താണ് താങ്കൾ ജീവിക്കുന്നതെന്ന് ഏത് അതിസമ്പന്നനോടും പറയാവുന്ന ഒരു വിപരീത യുക്തി ഇന്ന് വാസ്തവത്തിൽ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര കാലം എന്നത് അടുത്തൊരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് വികസനത്തെ സംബന്ധിച്ച, പാരിസ്ഥിതികതയെ സംബന്ധിച്ച മാർക്സിസത്തിൻ്റെ, പ്രത്യേകിച്ചും മുഖ്യധാര മാർക്സിസം എന്നൊക്കെ പറയുന്നതിൻ്റെ തേർഡ് ഇൻ്റർനാഷണൽ വഴി രൂപപ്പെട്ട ഒരു വീക്ഷണത്തെ ആഴത്തിൽ വിമർശന വിധേയമാക്കാതെ മാർക്സിസത്തിന് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അടുത്തിടയ്ക്ക് കണ്ട ഒരു കണക്ക് പറഞ്ഞാൽ, ലോകത്ത് ഇന്ന് നടക്കുന്ന സമരങ്ങളിൽ ഏതാണ്ട് 40% സമരങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടാണ്. 40% സമരങ്ങൾ വെള്ളത്തിന് വേണ്ടി, വായുവിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതാവസ്ഥ തകരുന്നതിനെതിരെ ചെറുതും വലുതുമായ സമരങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയിലും അതെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പാരിസ്ഥിതിക സമരങ്ങളിൽ നമ്മുടെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന മുഖ്യധാരാ ബന്ധങ്ങൾ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ മിക്കവാറും കാണാൻ തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ മിക്കവാറും ശത്രുസ്ഥാനത്തായിരിക്കും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരിസ്ഥിതിക സമരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യവംശം അതിൻ്റെ മുതലാളിത്തത്തിനെതിരായ സമരത്തിൻ്റെ അതിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം കൂടി ഞാൻ പറയാം. പാരിസ്ഥിതികതയുടെ പ്രത്യേകത സോമശേരൻ തന്നെ പറയുന്നുണ്ട്. ആദിവാസികൾ, ദളിതുകൾ, മധ്യവർഗക്കാർ, ലോകത്തിൻ്റെ ഏത് ഭൂഖണ്ഡങ്ങളിലുള്ളവർ എല്ലാവരെയും ഒരുപോലെ വിഴുങ്ങുന്ന ഒരു ക്രൈസിസായി പരിസ്ഥിതി മാറി. അല്ലാതെ ആദിവാസിയെ ബാധിക്കുന്ന പ്രശ്നം ആദിവാസിക്കും, അതിസമ്പന്നനെ ബാധിക്കുന്ന പ്രശ്നം അതിസമ്പന്നനും എന്ന നിലക്കല്ല. ഭൂമിയെ മുച്ചൂടും വിഴുങ്ങാൻ പോന്ന ഒരു പ്രതിസന്ധിയുടെ രൂപം പാരിസ്ഥിതിക പ്രതിസന്ധി വഴി ഉടലെടുക്കുകയാണ്. അതുകൊണ്ട് ഈ പാരിസ്ഥിതിക പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുക എന്നത് മർമ്മസ്പർശിയായ കാതലായ ഒരു പ്രശ്നമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന കാര്യം. ഇത് വാസ്തവത്തിൽ മൂലധനത്തിൽ മുതലാളിത്ത കൃഷിയെക്കുറിച്ച് എഴുതുമ്പോൾ മാർക്സ് പറഞ്ഞ ഒരു വാക്യം ഇത്രയേ ഉള്ളൂ: മുതലാളിത്ത കൃഷി മുതലാളിത്ത കൃഷി തൊഴിലാളിയുടെ അധ്വാനത്തെ എന്ന പോലെ എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ്സായ പ്രകൃതിയെയും അടിതുരന്നില്ലാതാക്കും. അതുകൊണ്ട് മുതലാളിത്ത കൃഷി തൊഴിലാളിയെ മാത്രമല്ല, എല്ലാ വിഭവങ്ങളുടെയും അടിസ്ഥാന സ്രോതസ്സായ പ്രകൃതിയെ അടിതുരന്നില്ലാതാക്കും. അതുകൊണ്ട് മുതലാളിത്തം തൊഴിലാളി വിരുദ്ധം മാത്രമല്ല, അടിസ്ഥാനപരമായി മനുഷ്യവിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്, ജീവി വിരുദ്ധമാണ്. ഈ ജീവി വിരുദ്ധമായ മുതലാളിത്ത പ്രകൃതിയാണ് ഇന്ന് മുതലാളിത്തത്തിൽ ഉയർന്നുയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജീവി വിരുദ്ധമായ, ജീവിതമെന്ന് പറയുന്നതിന് അസാധ്യമാക്കുന്ന മുതലാളിത്തത്തിൻ്റെ ഈ ഘടനാപരമായ ശേഷി
മറ്റ് ഘടകങ്ങളെക്കാൾ ശക്തിയോടെ ഇന്ന് പ്രവർത്തനക്ഷമത കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഷെൽ ഗ്യാസ് എന്താണ്? ഭൂമിയുടെ ഏറ്റവും അടിയിലുള്ള ഈ വാതക നിക്ഷേപം ഭൂമിയുടെ ആഴത്തിലുള്ള പാറകളെ മുഴുവൻ പൊട്ടിച്ച് പുറത്തെടുത്ത് കടലിൻ്റെ അടിത്തട്ടിനെ താറുമാറാക്കിക്കൊണ്ട് കോടാനുകോടി വർഷങ്ങളിലൂടെ രൂപപ്പെട്ട ജൈവ പ്രകൃതിയെ മുഴുവൻ തവിട് പൊടിയാക്കിക്കൊണ്ടാണ് ഷെൽ ഗ്യാസ് എടുക്കുന്നത്. ഈ ഷെൽ ഗ്യാസിൻ്റെ വരവാണ് സൗദി അറേബ്യ എണ്ണ വില കുറയ്ക്കുന്നതിന് കാരണമായത്, അമേരിക്കൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട്. വാസ്തവത്തിൽ ഇന്ന് സൗരോർജ്ജം കൊണ്ട്, സോമശേഖരൻ അത് എഴുതിയിട്ടുണ്ട്, സൗരോർജ്ജം കൊണ്ട് വാസ്തവത്തിൽ ഈ ഫോസിൽ ഫ്യൂവൽസിനെ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഫോസിൽ ഫ്യൂവൽസ് നൽകുന്ന അതിഭീമമായ ലാഭം കൊണ്ട് ഈ എണ്ണയെ മുൻനിർത്തുന്ന വ്യവസായങ്ങളിൽ നിന്ന് പിൻവാങ്ങാനോ അത്തരം സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാനോ മുതലാളിത്തം തയ്യാറല്ല. അതുകൊണ്ട് ലാഭത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് പ്രകൃതി വിഭവങ്ങൾ എത്തുകയും പ്രകൃതിയെ കൊള്ളയടിച്ച് പെരുകുന്ന സമ്പത്തായി ലോകമൂലധനത്തിൻ്റെ കേന്ദ്രം മാറുകയും ചെയ്ത ഘട്ടത്തിൽ പരിസ്ഥിതി എന്നുള്ളത് ഒരു അനുബന്ധ സമര പ്രശ്നമല്ല, കേന്ദ്ര സമര പ്രശ്നമാണ്. ഇത് വർഗഘടനയിലും ഉൽപ്പാദനത്തിൻ്റെ ബന്ധങ്ങളിലും വന്ന മാറ്റത്തിൻ്റെ, മൂലധന സമാഹരണത്തിൽ വന്ന ഘടനാപരമായ മാറ്റമാണ്. ഈ മാറ്റം വളരെ പ്രധാനമാണ്, ഇത് ആലോചിക്കേണ്ടതാണ് എന്ന പ്രശ്നം കൂടി ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കുടുംബഘടനയെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബഘടനയുടെ ലിംഗപദവിപരമായ പ്രശ്നങ്ങളെ ഒക്കെ സോമശേഖരൻ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. എനിക്ക് അവസാനമായിട്ടൊരു ഒരു ഒരു കാര്യം, അതിലൊരു ഭിന്നാഭിപ്രായം പോലെ പറയാനുള്ളൊരു കാര്യം, സോമശേഖരൻ 2-3 സ്ഥലത്ത് ഇതിനെ ഒരു മാർക്സിസത്തെ ഒരു ധാർമ്മിക പ്രമാണമായി പരിഗണിക്കുന്നത് കാൽപ്പനികമായൊരാശയാണ് എന്ന ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. കേവല ധാർമ്മികതയെ മാർക്സും തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ധാർമ്മികതയെക്കുറിച്ചുള്ള മാർക്സിൻ്റെ ഒരു കമൻറ്റ് ഒബ്സലീറ്റ് വെർബൽ റബ്ബിഷ്, കാലഹരണപ്പെട്ട വാചകമടിയുടെ ചപ്പ് ചവറ് എന്ന് അദ്ദേഹം ഈ ധാർമ്മിക പ്രസംഗങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒപ്പം ഓർക്കേണ്ടത്, 1-ാം ഇൻ്റർനാഷണലിൻ്റെ നിയമാവലി ഉണ്ടാക്കിയപ്പോൾ തന്നെ മാർക്സ് ഉണ്ടാക്കിയതാണ് 1864. ആ നിയമാവലിയിൽ തന്നെ മാർക്സ് എഴുതി ചേർത്ത ഒരു വാക്യം, ഇതിൽ അംഗങ്ങളാകുന്നവർ എന്താണ്, സത്യബോധവും നീതിനിഷ്ഠമായും സത്യബോധത്തിൽ അധിഷ്ഠിതമായും ധാർമ്മികമായും പ്രവർത്തിക്കണം. ഒബ്സലീറ്റ് വെർബൽ റബ്ബിഷ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ തള്ളിക്കളയുന്നതായിരുന്നു മാർക്സിൻ്റെ ധാർമ്മികതാ ദർശനമെങ്കിൽ മാർക്സ് ഉണ്ടാക്കിയ നിയമാവലിയിൽ ഇത് വരുമോ എന്ന ചോദ്യമുണ്ട്. ഞാൻ അവിടെ കാണുന്നത് എന്താണെന്നറിയോ, എൻ്റെ ഒരു തോന്നലാണ്, മാർക്സിസം നേരിട്ട വലിയ വിമർശനങ്ങളിലൊന്നും മാർക്സിസത്തിനൊരു എത്തിക്കൽ ഡയമെൻഷൻ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാര്യം കാണാൻ എന്തും ചെയ്യാം എന്ന ഒരു സ്വഭാവം മാർക്സിസത്തിനുണ്ട് എന്നുള്ളത് മാർക്സിസ്റ്റ് വിരുദ്ധർ കാര്യമായി ഉന്നയിക്കുന്നൊരു വിമർശനമാണ്. എൻസ് ആൻഡ് മീൻസ്, ലക്ഷ്യവും മാർഗവും വരുമ്പോൾ പ്രധാനമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഞാൻ ആ തർക്കത്തിലേക്ക് പോവല്ല, മറിച്ച് കേരളത്തിൽ നിന്ന് പറയുമ്പോൾ കൂടുതൽ ഓർക്കണം, 1967-ലോ 68-ലോ കേദാമോദരനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ ഒരു ധാർമ്മിക മൂല്യങ്ങളിലാണ്. ആ പുസ്തകം ദാമോദരൻ അവസാനിപ്പിക്കുന്നത്, മനുഷ്യനിൽ നിലീനമായ ധാർമ്മിക ശക്തിയെ ആവിഷ്കരിക്കാൻ അനുവദിക്കാത്ത ഒന്നാണ് മുതലാളിത്തം. മനുഷ്യനിൽ നിലീനമായ ധാർമ്മിക ശക്തിയുടെ പരിപൂർണ പ്രകാശനമാണ് കമ്മ്യൂണിസ്റ്റ് സമുദായം. ആ കമ്മ്യൂണിസ്റ്റ് സമുദായത്തിലേക്ക് എത്താൻ മനുഷ്യനെ അനുവദിക്കാത്ത ധാർമ്മികതയുടെ പ്രവർത്തനക്ഷമതയെ തകർക്കുന്ന വ്യവസ്ഥകൾക്കെതിരായ സമരമാണ് തൊഴിലാളി വർഗത്തിൻ്റെ സമരം. ഒരുപക്ഷെ എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ 1980-കളോടെയാണ് യൂറോപ്യൻ കമ്മ്യൂണിസത്തിനകത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് എത്തിക്കൽ ഡയമെൻഷൻ, കൗട്സ്കിയൊക്കെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എങ്കിലും മുഖ്യമായിട്ടും 1980-കളിലൊക്കെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് എത്തിക്സ് ഒരു ചർച്ചാ വിഷയമാകുന്നത്. ദാമോദരൻ 1967 എഴുതിയതായത്. എൻ്റെ ഞാൻ അവിടെ വയ്ക്കുന്ന ഒരു ധാരണ കാഴ്ച എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് ബേസിക്കലി ഒരു ധാർമ്മിക അംശമുണ്ട്. അത് ഞാനൊരു അതിഭൗതികമായ മതാത്മക മൂല്യമായിട്ടല്ല പറയണത്, മറിച്ച് മനുഷ്യൻ ധാർമ്മികമാകാൻ ബാധ്യസ്ഥനായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ സാമൂഹികത എന്ന് പറയുന്നതിൽ അടിസ്ഥാനപരമായ ഒരു അപരത്വം ഉണ്ട് എന്നുള്ളതാണ്. മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്ന് മാർക്സ് നിർവചിക്കുമ്പോൾ, ഈ സാമൂഹിക ബന്ധങ്ങളായി നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ അപരത്വമുണ്ട്. അപരത്വം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർ സബ്ജക്റ്റീവ് എഗ്രിമെൻ്റാണ്. ഞാനും നിങ്ങളും അംഗീകരിക്കുന്ന ഒരു ഉടമ്പടിയായിട്ടാണ് ഭാഷ. അതുകൊണ്ട് ഞാൻ അറിയുന്ന എൻ്റെ ഉണ്മയെ സാധുവും സാധ്യവുമാക്കുന്ന അടിസ്ഥാന സ്വരൂപമായ ഭാഷയിൽ അപരം നിലീനമാണ്. ഈ അപരവുമായുള്ള എൻ്റെ വിനിമയങ്ങളാണ് വാസ്തവത്തിൽ എൻ്റെ ആത്മത്തെ സാധ്യമാക്കുന്നത്. മാർക്സിൻ്റെ ഒരു വാചകം 45-ൽ ജർമ്മൻ ഐഡിയോളജിയിൽ മാർക്സ് പറയും, മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം നിലകൊള്ളുന്നോ
അത്രത്തോളം എനിക്ക് വേണ്ടി കൂടി നിലകൊള്ളുന്നതാണ് ഭാഷ. ഭാഷയുടെ പ്രകൃതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന അത്രയും എനിക്ക് വേണ്ടി കൂടി നിലകൊള്ളും. അതുകൊണ്ട് മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നതിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഈ നിലകൊള്ളലുണ്ട്. അതൊരു അധികമൂല്യമല്ല. മനുഷ്യൻ്റെ വ്യക്തിപരതയ്ക്ക് കൈവരുന്ന ഒരു അധികമൂല്യമല്ല സാമൂഹികത, മനുഷ്യനിൽ നിലീനമായ ഒന്നാണ്. ഈ നിലീനമായ സാമൂഹികത, ഈ ഭാഷാപരമായ ബന്ധങ്ങളിലൂടെ കൈവരുന്ന സാമൂഹികത മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് മാറ്റി ഒരു എത്തിക്കൽ ബീയിങ് കൂടി ആക്കുന്നുണ്ട്. അപരബോധമുള്ള നമ്മുടെ നാരായണൂർ പറഞ്ഞ ആത്മസുഖത്തിൽ അപരഗുണം, അപരൻ്റെ ഗുണം വരിക എന്നുള്ളത് പക്ഷേ ഒരു പൊളിറ്റിക്കൽ ആശയമാണ്. അതൊരു അധ്യാത്മ ദർശനമല്ല. അധ്യാത്മത്തിൻ്റെ ഭാഷയിൽ വന്ന ഒരു രാഷ്ട്രീയ ജനാധിപത്യ പ്രമാണമാണ് ആത്മത്തിൽ അപരം എന്നത്. ഗുരു അതിനെ വലിയ പ്രമാണമാക്കി. എന്താണ്? പ്രിയം അപരൻ്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. അതിനാലേ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. അപരപ്രിയ ഹേതുത്വം എന്ന ആശയം ഗുരു കൊണ്ടുവരുന്നുണ്ട്. അത് നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് ഈ ഒരു എത്തിക്കലായ ഒരു കൺസേൺ അല്ലെങ്കിൽ അപരവുമായുള്ള അപരത്തോടുള്ള ഒരു ഉന്മുഖത്വം മനുഷ്യനിൽ വ്യക്തിപരമായി തന്നെ നിലീനമായിരിക്കുന്നുണ്ട് എന്നതല്ലേ വാസ്തവത്തിൽ മനുഷ്യനെ സാമൂഹികതയിലേക്കും ആ സാമൂഹികത കൊണ്ട് ജന്തുജാലങ്ങൾക്കപ്പുറത്തേക്കും ആ സാമൂഹികത കൊണ്ട് ചരിത്രത്തിലേക്കും കൊണ്ടുവന്ന് നിർത്തി മനുഷ്യനെ മെച്ചപ്പെട്ട ഒരു ജീവിയാക്കിയത്. അതുകൊണ്ട് മനുഷ്യൻ്റെ മാനുഷികതയുടെ ആധാരഭൂതങ്ങളിലൊന്ന് വാസ്തവത്തിൽ ഈ നൈതികമായ ഒരു ഉള്ളടക്കമാണ്. ഈ നൈതികമായ ഉള്ളടക്കത്തിന് നൽകുന്ന രാഷ്ട്രീയ പ്രയോഗങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതിനെ സത്താവൽക്കരിച്ച് പറയല്ല, പക്ഷേ ഇങ്ങനെ ഒരു അംശത്തെ നാം കാണേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഇതിനെ ആശയവാദമായിട്ടോ ആത്മീയതയായിട്ടോ വേണമെങ്കിൽ കരുതാവുന്നതാണ്. എൻ്റെ ഒരു തോന്നൽ മനുഷ്യൻ്റെ അനുഭൂതികളെയും നൈതിക ശക്തികളെയും മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ആശയാനുഭവങ്ങളെയും ഒക്കെ ഭൗതികമായി പരിഗണിക്കുന്ന ഒരു വീക്ഷണഗതിക്ക് മാത്രമേ നമ്മുടെ യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടാൻ പറ്റൂ. ഇപ്പം എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനോടോ എൻ്റെ ഒരു സഖാവിനോടോ എൻ്റെ മകനോടോ ഉള്ള സ്നേഹവാത്സല്യങ്ങളെക്കാൾ ബലമൊന്നും ഈ മേശയ്ക്കില്ല കേട്ടോ. ഈ മേശയ്ക്കൊന്നും ആ ബലമൊന്നുമില്ല. ഈ മേശയ്ക്കോ ഈ ഇരുമ്പിനോ ഒരു സാധനത്തിനോ ആ ബലമില്ല. ഇത് മനുഷ്യന് മാത്രമുള്ളൊരു സിദ്ധിവിശേഷമാണ്. അതുകൊണ്ട് ഈ ബലം എന്ന് പറയുന്നത് അത് ഒരാശയാണെന്നോ ഒരു രണ്ടാം തരാണെന്നോ ഭൗതിക അല്ല എന്നോ ഒന്നും കരുതരുത്. ഭയങ്കര ഭൗതിക ശക്തിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്റ്റഫർ കോഡ്വെൽ അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് പോയിട്ട് സ്പെയിനിൽ കിടന്ന് മരിച്ചത്. അല്ലെങ്കിൽ ക്യൂബയുടെ ധനകാര്യമന്ത്രി പദത്തിൽ നിന്ന് മാറിയിട്ട് ചെഗുവേര ബൊളീവിയയെ പോയി വെടികൊണ്ട് മരിക്കുന്നത്. ഇതൊന്നും വേണ്ട. ഒരു കുഞ്ഞ് എലിയൻ കുരുതി മരിച്ചു കിടക്കുന്നു, നിങ്ങളെന്തിനാ സങ്കടപ്പെട്ടത്? ഒരു കുഞ്ഞ് എലിയൻ കുരുതി ഈ സിറിയയിൽ നിന്ന് പുറപ്പെട്ട് ഗ്രീസിലെ കടൽ തീരത്ത് അനാഥ ശവമായി കിടക്കുന്നു. എന്തിനാണ് നമ്മൾ വേദനിച്ചത്? ആ വേദനയിലുള്ളത് മാനുഷികമായ ഒരു നൈതിക മൂല്യത്തിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ആ പ്രവർത്തിക്കുന്ന ആ ശക്തിയെ നമ്മൾ നമ്മുടെ മാർക്സിസ്റ്റ് സാമൂഹ്യ ധാരണയുമായി കൂട്ടിയിണക്കേണ്ടതുണ്ട് എന്ന ഒരു തോന്നലാണ് എനിക്കുള്ളത്. അത് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ നമ്മുടെ വലിയൊരു സാധ്യതയാണ് ഒരുപക്ഷെ നഷ്ടപ്പെടുക. അതിനെ നമ്മൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം കൂടി ഉന്നയിക്കാനേ ഞാൻ മുതിരുന്നുള്ളൂ. നമസ്കാരം.